നിങ്ങൾ പോയ നാടുകളിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ എന്ന് തോന്നിയിട്ടുള്ളത്, ഏറ്റവും നമ്മുടെ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടം അതിനകത്ത് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, അതായത് ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലങ്ങൾ, ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കണം എന്നൊക്കെ തോന്നിയ ചില സ്ഥലങ്ങൾ ഉണ്ടാകുമല്ലോ, അവിടുത്തെ ഒരു പ്രത്യേകതകൾ എന്താണ്? നമുക്ക് അനുവർത്തിക്കാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മളെ ഈ സമൂഹത്തിനെ മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ടുകൂടിയാണ് ഞാൻ ആ ചോദിക്കുന്നത്. നമ്മൾക്ക് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഒന്ന്, ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു അപ്പിയറൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നാട്ടിലെ പ്രധാന തെരുവിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ തെരുവ് നൽകുന്ന ഒരു സൗന്ദര്യമുണ്ട്, അത് നമ്മുടെ മനസ്സിന് തരുന്ന ഒരു ആഹ്ലാദമുണ്ട്. നിങ്ങൾ മനോഹരമാക്കിയിട്ട് ഒരു ഉദ്യാനത്തിലൂടെ നടക്കുന്നതും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികമായ ഒരു ഔന്നത്യം ആളുകൾ പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് ചുറ്റും വസിക്കുന്നവരെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ആളുകൾ പൗരബോധമുള്ളവരാണെങ്കിൽ, അതായത് എവിടെ മാലിന്യം നിക്ഷേപിക്കണം, മാലിന്യം എങ്ങനെ നിക്ഷേപിക്കണം, സഹജീവികളോട് എങ്ങനെ പെരുമാറണം, അയൽക്കാരന് ശല്യമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ മ്യൂസിക് വെക്കണം, അയൽക്കാരന് ശല്യമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യണം, തൊട്ടടുത്ത വീട്ടുകാർ, ഇപ്പോൾ വികസിത നാടുകളിലൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. നിങ്ങൾ അമേരിക്ക ലിബർട്ടിയുടെ നാടെന്ന് അറിയപ്പെടുന്നത്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും തുല്യ തോതിൽ ലിബർട്ടി ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വീട്ടിൽ മീൻ വറക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷേ അപ്പുറത്തെ വീട്ടുകാരൻ്റെ ജനലിലൂടെ അതിൻ്റെ സ്മെല്ലകത്തേക്ക് ചെന്നാൽ അവൻ പോലീസ് വിളിക്കും. ഇതേ അവിടെ ഭയങ്കര വൃത്തികെട്ട മണം വരുന്നുണ്ട്, ഉണക്കമീൻ്റെ മണം വരുന്നുണ്ട്, ഉടനെ പോലീസ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ വിളിക്കും. ആ സ്മെല്ല് പുറത്തേക്ക് പോകാൻ പാടില്ല, അത് നിങ്ങൾ അതിനുള്ള എക്യുപ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കിയിരിക്കണം. നിങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ അവകാശമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കാൻ അവസരമുണ്ട്, പക്ഷേ ആ പടക്കത്തിൻ്റെ ശബ്ദം അപ്പുറത്തെ വീട്ടിൽ കേൾക്കാതിരിക്കാൻ അവന് അവകാശമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പടക്കം പൊട്ടിക്കേണ്ടെന്ന് വെക്കും, അല്ലെങ്കിൽ സൈലൻസർ പഠിപ്പിച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും തുല്യമായ ലിബർട്ടി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരാഘോഷം എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് കേൾക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അത് അനുഭവിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട്, ജനവാസ ഇടങ്ങളിൽ നിന്ന് മാറി അവിടെ ഉണ്ടാകുന്ന ആഘോഷം. അപ്പോൾ അവിടേക്ക് ഈ ആഘോഷിക്കേണ്ടവർ മാത്രമേ പോകൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം നമ്മളൊരു ജാഥ നടത്തിയാൽ നാട്ടിലുള്ള സർവ്വരെയും തടഞ്ഞ് വഴിയുടെ നടുക്ക് വരെ പന്തൽ കെട്ടിയിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് നീ വേണമെങ്കിൽ വീട്ടിൽ പോയാൽ മതി എന്ന് പറയുന്ന സംസ്കാരം അവിടെ ഇല്ല. അവിടെ പൊതുസ്ഥലങ്ങളിൽ മനുഷ്യർക്ക് ശല്യമുണ്ടാക്കുന്ന, അവൻ്റെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന, അവൻ്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും അവിടെ സമ്മതിക്കില്ല, അതാരായിരുന്നാലും. അപ്പോൾ ഏത് കാര്യത്തിലും അച്ചടക്കം ഉണ്ടാകുക, ഡിസിപ്ലിൻ ഉണ്ടാകുക, പൗരബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യം അവിടെ ഉണ്ടാകുന്നൊരു കാര്യം. രണ്ടാമത് എന്തിനും ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടാകുക, സൗന്ദര്യബോധം ഉണ്ടാകുക. നിങ്ങൾ ബെർലിനിലെ, ജർമ്മനിയിലെ, മ്യൂണിക്കിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ നിങ്ങളൊരു ആ ഒരു ഫീലിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആളുകൾ വെക്കേഷൻ അങ്ങോട്ട് പോകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതി, ഒപ്പം അവിടെ കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന പൈസയുണ്ട്, ടാക്സ് പിടിക്കുന്നുണ്ട്. ഈ പിടിക്കുന്ന ടാക്സ് നിനക്ക് തൊഴിൽ ചെയ്യാതാവുമ്പോൾ, തൊഴിൽ പറ്റാതാവുമ്പോൾ, അല്ലെങ്കിൽ തൊഴിലില്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ നിനക്ക് അനാരോഗ്യം വരുമ്പോൾ, അല്ലെങ്കിൽ നിനക്ക് വാർദ്ധക്യം വരുമ്പോൾ സ്റ്റേറ്റ് നിന്നെ സംരക്ഷിക്കുന്നുള്ള ഒരു അഷുറൻസാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കിട്ടുന്ന പൈസ കൊണ്ട് അവൻ ലോകയാത്രയ്ക്ക് ഇറങ്ങുന്നത്. കാരണം അവൻ്റെ കയ്യിൽ ബാങ്കിൽ കാശില്ലെങ്കിലും അവൻ ജീവിക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ എന്നെ എൻ്റെ രാഷ്ട്രം സംരക്ഷിച്ചുകൊള്ളൂ എന്നുള്ള ബോധ്യം അവനുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. പിന്നെ ഒരു പൗരന് അവൻ ഡ്രൈവ് ചെയ്യുന്നത് അവന് ഇഷ്ടമുള്ള കാറ് വാങ്ങാം, ഓടിക്കാം. പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയും വണ്ടി ഓടിക്കുന്ന ഒരുവൻ അമേരിക്കയിലെ ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിയമം തെറ്റിക്കുന്നില്ല. എന്തിനാ അമേരിക്ക? ഇവിടെ ധാരാളം ആളുകൾക്ക് പരിചയം ഉണ്ടാവാം. നിങ്ങൾ ഇവിടുന്ന് നേരെ ദുബായി ചെന്നാൽ നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കുമോ? റോഡിൽ നിന്നൊരു കുപ്പി, വണ്ടിയിൽ നിന്നൊരു കുപ്പി വഴിയിലേക്ക് ഇറങ്ങിയിടുമോ? അപ്പോൾ ദുബായ് പോലും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടുന്ന് ചെന്നാൽ ഒരു ഫ്ലൈറ്റിൽ കയറി 3 മണിക്കൂർ പറന്ന് ചെല്ലുന്നതോടുകൂടി നമ്മുടെ സ്വഭാവം മാറുന്നു, നമ്മുടെ സംസ്കാരം മാറുന്നു. അതെങ്ങനെയാണ് മാറുന്നത്? അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, അതനുസരിച്ചേ പറ്റൂ. അതനുസരിക്കുമ്പോൾ എല്ലാവർക്കും അത് ആസ്വാദ്യമായി മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പൗരബോധം മനുഷ്യരിലുണ്ടാക്കുക, വിദ്യാഭ്യാസത്തിലൂടെയുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ. പൗരബോധം കൊടുക്കാതെ നിങ്ങൾ ഏറ്റവും മികച്ചൊരു നഗരം ഉണ്ടാക്കി വെച്ചിട്ടൊരു കാര്യമില്ല. പിറ്റേ ദിവസം നാട്ടുകാരെ നശിപ്പിക്കും, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് പ്രശ്നം ഉണ്ടാക്കും. PWD നന്ന വൃത്തിയായിട്ട് ടാർ ചെയ്ത് വരയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റി എന്ത് ചെയ്യും നമുക്കറിയാമല്ലോ. അപ്പം ഇങ്ങനെയുള്ള അശാസ്ത്രീയത, എന്തെല്ലാം പുതിയ ആശയങ്ങൾ വന്നാലും അതിനെയെല്ലാം എതിർക്കുകയും തകർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഇവിടെയുള്ളത്.
ഇപ്പം ഇന്നലെ രാത്രി ഞാൻ വന്ന് വയനാട്ടിലേക്ക് കുറേ നാളുകളായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദുരന്തമുണ്ടായതിനു ശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്നായ ടൂറിസം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ, ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന, ഇവിടേക്ക് വയനാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ലെന്നും ഇവിടുത്തെ ഒരു പഞ്ചായത്തിലെ 2-3 വാർഡുകളിലുണ്ടായ പ്രശ്നത്തിൻ്റെ പേരിൽ വയനാട്ടിലെ ടൂറിസം മുഴുവൻ പ്രശ്നമായിരിക്കുകയാണ്. വയനാട്ടിലെ എല്ലാ റോഡും പോയി ഇവിടെ ജീവിക്കുന്നത് സേഫ് അല്ല എന്ന് വരെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. നമ്മൾ തന്നെയാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരിടത്തുനിന്നും ആളുകൾ വരാതായിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി വരുമ്പോൾ ഞാൻ ഒരു അവിടുത്തെ റിസോർട്ട് പണിത ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം 15 വർഷത്തെ അധ്വാനമാണ് അതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ. എല്ലാ വകുപ്പുകളും തടസ്സങ്ങൾ മാത്രം. ഇപ്പോഴും അതിൻ്റെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ അങ്ങേരുടെ ചങ്കൂറ്റം കൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിമനോഹരമായൊരു പ്രോപ്പർട്ടി, ധാരാളം ആളുകൾ അന്യനാടുകളിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് ഒക്കെ വരുന്നു, താമസിക്കുന്നു. ഈ ഒരു മനുഷ്യൻ വന്ന് ഒരു റിസോർട്ടിൽ താമസിക്കുമ്പോൾ ആ താമസിക്കുന്ന പണത്തിൻ്റെ 30 മുതൽ 40% വരെ നമുക്ക് സമൂഹത്തിന് കിട്ടുന്ന പൈസയാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളതിനെ കാണുന്നത് അവനങ്ങനെ കാശുണ്ടാക്കണ്ട എന്ന് തന്നെയാണ്. അതല്ല, പഞ്ചായത്തിലേക്ക് ബിൽഡിംഗ് ടാക്സ് മുതൽ തൊഴിൽ ടാക്സ് വരെ, അതുപോലെ തന്നെ GST, മറ്റ് ടാക്സുകൾ, ഏതാണ്ട് ഒരു 30-40% ടാക്സുകളായിട്ട് സർക്കാരിലേക്ക് കൊടുക്കുകയാണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക്, പഞ്ചായത്തിലേക്കൊക്കെ. ഈ പണമാണ് റോഡായിട്ടും ഫെസിലിറ്റി ആയിട്ടും നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ടാക്സ് കൊടുക്കുന്ന വലിയ സംരംഭകർ നമുക്കില്ല എന്നുള്ളതാണ്. ഇത്തരം കേരളത്തിൻ്റെ ടാക്സ് കൊടുക്കാൻ പറ്റുന്ന പ്രധാന സംരംഭങ്ങൾ ഏതൊക്കെയാണ്? IT, ടൂറിസം, ഹോസ്പിറ്റാലിറ്റിയുടെ മറ്റ് മേഖലകൾ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ മേഖലകളാണ് നമുക്കുള്ളത്. ഇതിനെയെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി കേരളം ഇന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ എത്തിയ സ്ഥലത്തെങ്കിലും നമ്മളൊരു 30 കൊല്ലം മുമ്പോ 40 കൊല്ലം മുമ്പോ തുടങ്ങിയിരുന്നെങ്കിൽ ഇതെത്താമായിരുന്നു. നമ്മളൊരു 40 കൊല്ലം പുറകിലാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട് 40 കൊല്ലം പുറകിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആളുകൾ 40 കൊല്ലം മുമ്പ് നിൽക്കുന്നിടത്തേക്ക് ഒഴുകും. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലായില്ല 70-കളിലും 80-കളിലും ഒന്നും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇങ്ങനെയുള്ള ഏറ്റവും പൗരബോധം നിറഞ്ഞിട്ടുള്ള ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലങ്ങൾ എന്നത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത്, അത്തരം രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന? ഒരു 4-5 രാജ്യങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ. അല്ല, അതൊക്കെ നമുക്ക് ധാരാളം നമുക്കുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പലർക്കും ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങൾ അങ്ങോട്ടൊക്കെയാണല്ലോ നമ്മൾ ഒഴുകുന്നത് കൂടുതലും. കാരണം ഇപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അറിയാം, ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നവരാണ് കൂടുതലും. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമുള്ള തൊഴിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിമിതിയുണ്ട്. പക്ഷേ യൂറോപ്പ് അങ്ങനെയല്ല. അങ്ങോട്ട് ചെല്ലുന്നവരെ സ്വീകരിക്കുന്നു, അവരവിടുത്തെ പൗരരായി മാറുന്നു, അവർ ക്രമേണ ആ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നു, അവിടെ വീട് വെക്കുന്നു, കുട്ടികൾ അവിടെ പഠിക്കുന്നു. ആ കുട്ടികളൊന്നും പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള നാടുകൾ, മറ്റ് പല രാജ്യങ്ങളിലും എത്രയോ സ്ഥലങ്ങളിലേക്ക് മലയാളി കുടിയേറുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതുമായ സ്ഥലങ്ങളൊക്കെ വളരെ വികസിതമായ നാടുകളാണ്. അവിടെയൊന്നും പ്രശ്നങ്ങളില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. താരതമ്യേന നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പ്രശ്നങ്ങൾ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം.